ഹായ് വെൽക്കം ബാക്ക്. നമ്മൾ ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്യാതെ നമുക്ക് നല്ല ഭംഗിയായിട്ട് നമ്മുടെ ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള മാസ്ക് വളരെ ഈസിയായി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. അപ്പം ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു തുണി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു ടോപ്പിന് മാച്ചായിട്ടുള്ള തുണിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ഷോളിൻ്റെ കളറാണ് കേട്ടോ ഏകദേശം ഇത്. അപ്പം നമ്മൾ എപ്പോഴും ഇങ്ങനെയുള്ള മാസ്ക് ഉണ്ടാക്കുമ്പോൾ കോട്ടൺ തുണിയാണ് നല്ലത്. കുറച്ച് കട്ടിയുള്ള കോട്ടൺ തുണിയാണ് വേണ്ടത്. ഞാനിപ്പോൾ 2 ലെയറായിട്ടാണ് ഉണ്ടാക്കുന്നത്. 2 ലെയർ മാസ്കാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം തയ്ക്കാൻ അറിയാത്തവർക്കും അല്ലെന്നുണ്ടെങ്കിൽ വെറുതെ കൈത്തയിലൊക്കെ തയ്ച്ചിട്ട് ഭയങ്കര സമയമെടുക്കും, ബുദ്ധിമുട്ടാണ്, അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു മെത്തേഡ് പരീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ആവശ്യമായ തുണി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിൻ്റെ അടപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേറ്റ് എടുക്കാം. ഇതിപ്പം 26 സെൻറ്റിമീറ്റർ ഉള്ള ഒരു പാത്രത്തിൻ്റെ അടപ്പാണ് എടുത്തിരിക്കുന്നത്. പ്ലേറ്റ് എടുക്കുവാണെങ്കിലും വലിയവർക്ക് അത്രയും വേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ഒരു മാസ്ക് കിട്ടുള്ളൂ. പിന്നെ ചെറുത് കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചെറിയ പ്ലേറ്റ് എടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ സൈസിനനുസരിച്ചിട്ട് വേണം നമ്മളിത് എടുക്കുന്ന പ്ലേറ്റിൻ്റെ വലിപ്പം നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് വരച്ചതിന് ശേഷം ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം പെൻസിൽ കൊണ്ട് വരച്ചപ്പോൾ അതിൻ്റെ കളറ് തെളിയുന്നില്ല. അങ്ങനെ ഞാനിപ്പോൾ പേന വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ വരയിൽ കൂടെ നന്നായിട്ട് കട്ട് ചെയ്ത് എടുക്കാം. അപ്പം നമ്മൾ ഇപ്പം ഇങ്ങനെ ഈ ഒരു മെത്തേഡിൽ കട്ട് ചെയ്ത് എടുക്കുമ്പോഴാണ് ഭയങ്കര ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മറ്റുള്ളതിനേക്കാളും. അപ്പോൾ ഈ സൈഡൊക്കെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ഷേപ്പ് ചെയ്യാനുണ്ട്. ഇനി നമ്മളൊന്ന് മടക്കി നോക്കണം. എന്നിട്ടും എവിടെയെങ്കിലും ഒന്ന് വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ഷേപ്പ് ചെയ്യണം കേട്ടോ. കാര്യം നമ്മളിത് തയ്ക്കാത്തത് കൊണ്ട് തന്നെ ഷേപ്പ് കറക്റ്റ് ആയിരിക്കണം, എങ്കിലേ കറക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ദാ ഞാൻ ഒന്ന് മടക്കുവാണ്, 4ആയിട്ട് മടക്കുവാണ്. 4ആയിട്ട് മടക്കിയതിന് ശേഷം സൈഡുകൾ ഒരേപോലെ ആണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ സിസേഴ്സ് വെച്ചിട്ട് അരികളൊന്ന് കട്ട് ചെയ്തെടുക്കണം. എപ്പോഴാണ് ഷേപ്പ് ആവുന്നത് അതുപോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ദാ ഇതുപോലെ ഒറ്റ പീസായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഈ റൗണ്ട് പീസാണ് ഇങ്ങനെ 4ആയിട്ട് മടക്കിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. നമുക്കിതിപ്പം എല്ലാം ഓരോ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ മടക്കിയ ആ ഒരു വരയുണ്ടല്ലോ, ആ വരയിൽ കൂടെ തന്നെ കട്ട് ചെയ്യാം. അപ്പോൾ ഇതിന് മെഷറിംഗ് ടേപ്പോ അങ്ങനെയുള്ളതൊന്നും ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് തയ്യൽ അറിയാത്തവർക്ക് ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണ്. കാണാൻ നല്ല ഭംഗിയുള്ള ആ ഒരു N90 മോഡൽ മാസ്ക് തന്നെ കിട്ടുകയും ചെയ്യും. N90 അല്ല 95. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു പീസും കൂടെ ആക്കണം. അപ്പം നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ ഇത്രയും ചെറിയ പീസ് ആക്കില്ല. പക്ഷേ ഇതിന് നമ്മൾ പീസ് ആക്കുന്നതായിരിക്കും കറക്റ്റായിട്ട് ശരിയാവുന്നത്. അപ്പം ഞാനിപ്പം 4 പീസ്, ആ റൗണ്ട് പീസ് 4 പീസാക്കി എടുക്കുവാണ്. ഈ 2 പീസിനെ ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്ത് പീസാക്കുന്നു. അപ്പോൾ കറക്റ്റ് ഷേപ്പിനൊക്കെ കട്ട് ചെയ്യണമെന്നുള്ളവർക്ക് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അയൺ ചെയ്തിട്ട് കട്ട് ചെയ്യുവാണെങ്കിൽ കറക്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടും കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് കട്ട് ചെയ്ത് ആ 4 പീസാക്കിയിട്ടൊന്ന് എടുക്കുവാണ്. അപ്പം 2 എണ്ണവും കട്ട് ചെയ്ത് പീസുകളാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ പീസൊക്കെ കറക്റ്റ് അളവായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഏത് സൈഡ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ശരിക്കും ഇതിൻ്റെ പുറം ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു സൈഡാണ്, ഈ ഒരു യെല്ലോ കൂടുതലുള്ള ഭാഗം. പക്ഷേ എനിക്ക് മറ്റേ സൈഡാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അത് ഞാൻ പുറം ഭാഗമാക്കി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ആ പുറം ഭാഗം ആദ്യമേ ശ്രദ്ധിക്കണം. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെയാണ്, നല്ല ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യരുത്. പക്ഷേ നമ്മൾ സ്റ്റിച്ചല്ല ചെയ്യുന്നത്, ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്തിട്ടാണ് ഇത് ഒട്ടിക്കുന്നത്. നമ്മൾ സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും. നമുക്ക് വാഷ് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാം. എത്ര വാഷ് ചെയ്താലും ഈ ഒരു സ്റ്റിക്ക് പോവില്ല. അപ്പം ഫാബ്രിക് ഗ്ലൂ എന്ന് പറഞ്ഞിട്ട് സാധാരണ ഡ്രസ്സിലൊക്കെ സ്റ്റോൺ പിടിപ്പിക്കാനൊക്കെ നമ്മളിത് വാങ്ങിക്കാറുണ്ട്. അതേ ഗ്ലൂ യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ വെറുതെ ചെയ്ത് നോക്കിയപ്പോൾ ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ ആ മാസ്ക് കഴുകിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം ഡ്രസ്സിന് മാച്ചായ മാസ്ക് എല്ലാം ഉണ്ടാക്കുന്നത് ഈ ഒരു ഗ്ലൂ വെച്ചിട്ടാണ്. അപ്പോൾ ഗ്ലൂ നമ്മൾ ഇതിൻ്റെ സൈഡുകളിലൂടെ ഇതുപോലെ തേച്ചിട്ട് വേണം ഒട്ടിക്കാൻ. ഗ്ലൂ കറക്റ്റ് നല്ല ഒരു ലൈനായിട്ട് വേണം ഇടാൻ. കയറി ഇറങ്ങിയൊന്നും ഇരിക്കരുത്. അതുപോലെ നന്നായിട്ട് ഗ്ലൂ പിടിപ്പിക്കുകയും വേണം. ഗ്ലൂ ഒട്ടും കുറയ്ക്കരുത് കേട്ടോ. ഗ്ലൂ തേക്കുന്ന സമയത്ത് ഒട്ടും പിശുക്ക് കാണിക്കരുത്. നല്ല വൃത്തിക്ക് വേണം ഗ്ലൂ ഇതുപോലെ ലൈനായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അതിനുശേഷം ഇതുപോലെ പുറത്തേക്ക് ഒട്ടിക്കണം. അപ്പോൾ നന്നായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റേ പീസും തമ്മിൽ നമ്മൾ കട്ട് ചെയ്ത പീസ് തന്നെയാണ്, അതും ഇതുപോലെ ഗ്ലൂ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ആക്കിയതിന് ശേഷം നന്നായിട്ട് ടൈറ്റാക്കി ഒട്ടിച്ചിട്ടുണ്ട്. ഇത് ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് മറിച്ചിടേണ്ടത്. എന്തായാലും ഒരു 3 മണിക്കൂറൊക്കെ വെച്ച് ഉണക്കുന്നതായിരിക്കും നല്ലത്. നന്നായിട്ട് ഉണങ്ങിയിട്ട് മാത്രമേ ഇത് മറിച്ചിടാൻ പാടുള്ളൂ. ഉണങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മറിച്ചിടുമ്പോൾ ഇത് ഇളകിപ്പോരും. അപ്പോൾ ഉണങ്ങിയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ വൈറ്റ് കളർ പോയിട്ട് പിന്നെ ഒരു ട്രാൻസ്പെറൻറ്റ് കളറായി മാറും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഉണങ്ങിയെന്ന്. അപ്പോൾ ഇത് 2 നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നമ്മൾ തയ്യലൊക്കെ ഇട്ടതിന് ശേഷം മറിച്ചിടുമ്പോൾ ഇതുപോലെ നല്ല ഭാഗം കിട്ടില്ലേ, അപ്പോൾ അതുപോലെ തന്നെ നല്ല ഭാഗം തന്നെ കിട്ടിയിട്ടുണ്ട്.
ഇനി നമുക്ക് ഇത്രയും ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇത് സെറ്റ് ചെയ്യണം. ഇത് സെറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഉണക്കിയെടുക്കണം. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം രണ്ടും ഒന്ന് നൂത്തിട്ട് ഇതുപോലെ വെക്കണം. അപ്പോൾ ഇപ്പോഴും നല്ല ഭാഗം അകത്താക്കിയിട്ടാണ് വെക്കേണ്ടത്. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ നല്ല ഭാഗം. അപ്പോൾ നല്ല ഭാഗം രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് ചേർന്ന് മുട്ടി നിൽക്കുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ അഴുക്ക ഭാഗം പുറത്തേക്കാക്കി വെക്കണം. അപ്പോൾ ഞാനിപ്പോൾ എന്താ അങ്ങനെയാണ് ആക്കി വെച്ചിരിക്കുന്നത്. കറക്റ്റ് ആക്കി വെക്കണം കേട്ടോ. എല്ലാത്തിൻ്റെയും സൈഡ് ഒരുപോലെ ആവുന്ന രീതിയിൽ വേണം ആക്കി വെക്കാൻ. എന്നിട്ട് നമ്മൾ ഇവിടെ കറക്റ്റ് ഇപ്പോൾ പിടിച്ചപ്പോൾ കറക്റ്റായി വന്നിട്ടുണ്ട്. കറക്റ്റ് ആയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്ലൂ ഒട്ടിക്കുമ്പോൾ ശരിയാവത്തില്ല. അപ്പോൾ നമ്മൾ നേരത്തെ ഒട്ടിച്ച പോലെ അതുപോലെ തന്നെയാണ് ഇതിലും ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് ഇതുപോലെ ഗ്ലൂ വെച്ചിട്ട് സൈഡുകൾ മാത്രം ഒട്ടിക്കാം. അപ്പോൾ അത് വൃത്തിയായിട്ട് വേണം ഒട്ടിക്കാൻ. ഒരൊറ്റ ലൈൻ പോലെ ഇട്ട് കൊടുക്കുക. അത് നമുക്ക് പേന പോലെ വരയ്ക്കാവുന്നതാണ്. അപ്പം നല്ല ഷാർപ്പായിട്ടുള്ള ആ ഒരു ടിപ്പാണ്. അപ്പോൾ അത് വെച്ചിട്ട് നല്ല പേന പോലെ വെച്ച് നല്ല ലൈനായിട്ട് സ്ട്രെയിറ്റ് ലൈനായിട്ട് വേണം ഗ്ലൂ ഇട്ട് കൊടുക്കാൻ. നന്നായിട്ട് ഗ്ലൂ ആവുകയും വേണം. ഗ്ലൂ കുറഞ്ഞു പോയാലും പെട്ടെന്ന് ഇളകിപ്പോകാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് ഒട്ടിച്ചാൽ എത്ര കഴുകിയാലും ഇളകാതെ നന്നായിട്ടിരിക്കും കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടോ, നന്നായിട്ട് ഒട്ടിച്ചതിന് ശേഷം ഈ ഒരു സൈഡ് മാത്രം വിട്ടിട്ടുണ്ട്. ആ ഒരു സൈഡ് വിട്ട് എന്തിനെന്ന് വെച്ചാൽ നമുക്ക് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഫുൾ ഡ്രൈ ആയതിന് ശേഷം നമുക്കിതാ ഇതുപോലെ ഒരു വിരലിട്ടതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷമേ തിരിച്ചിടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇളകിപ്പോരും. ഒരു 4 മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഇരിക്കണം. അപ്പോൾ നല്ലപോലെ ഡ്രൈ ആവും. 2 മണിക്കൂറാകുമ്പോൾ തന്നെ ഡ്രൈ ആവും. പക്ഷേ നല്ല ഡ്രൈ ആയതിന് ശേഷമാണ് മറിച്ചിടുന്നതെങ്കിൽ പിന്നെ അതൊരിക്കലും ഇളകില്ല. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ പിടിച്ചിരിക്കും. അതുപോലെ ഈസിയാണ്. അപ്പോൾ കണ്ടോ, നന്നായിട്ട് ഇത് വന്നിട്ടുണ്ട്. ഞാൻ തിരിച്ചിട്ടപ്പോൾ ഇതുപോലെ നല്ലൊരു ഷേപ്പുള്ളൊരു മാസ്കായി മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് എലാസ്റ്റിക് വെക്കണം, ഒരു ചെവിയിൽ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് പകരം ഞാനിപ്പോൾ ഈ 2 സൈഡും ഇല്ലേ, 2 സൈഡും ഒന്ന് മടക്കി കൊടുക്കുകയാണ്. എന്നിട്ടാണ് അവിടെയാണ് എലാസ്റ്റിക് പിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കട്ടി കുറഞ്ഞ എലാസ്റ്റിക് വേണം പിടിപ്പിക്കാൻ കേട്ടോ. അപ്പോൾ ഈ 2 സൈഡും ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഇതുപോലെ മടക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് നമ്മൾ സൂചിയും നൂലും വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇവിടെ മാത്രമാണ് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്യേണ്ടി വരുന്നത്. ജസ്റ്റ് ഒന്ന് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമുക്ക് ഒട്ടിക്കാൻ പറ്റില്ലല്ലോ, ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കൈത്തയ്യൽ വെച്ച് കൊടുത്താൽ മതിയാവും. 1-2 സ്റ്റിച്ച് മാത്രം മതി കേട്ടോ, നന്നായിട്ട് പിടിച്ചിരുന്നോളും. അതിനുശേഷം ഈ ഒരു ഇടയിൽ കൂടെ എലാസ്റ്റിക് കയറ്റിയിട്ട് എടുക്കണം. എന്നിട്ട് നമ്മൾ ജസ്റ്റ് നമ്മളെ ചെവിയിൽ വെച്ച് നോക്കണം, സൈസൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് എലാസ്റ്റിക് അവിടെ ഒന്ന് കെട്ടിയിട്ടതിന് ശേഷം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തയ്ച്ച് കൊടുക്കാം കേട്ടോ എലാസ്റ്റിക്. ഇതുപോലെ എന്തെങ്കിലും ലേസൊക്കെ വെക്കണമെന്ന് ആഗ്രഹമുള്ളവർ ആ ലേസ് ഇങ്ങനെ കറക്റ്റ് ഷേപ്പിന് വെച്ചിട്ട് ഇതുപോലെ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. എത്ര കഴുകിയാലും വാഷിംഗ് മെഷീനിലിട്ട് കഴുകിയാൽ പോലും ആ ലേസ് ഇളകിപ്പോവാതെ ഇരുന്നോളും കേട്ടോ. നന്നായിട്ട് ഗ്ലൂ വെച്ച് ഒട്ടിക്കണമെന്നേ ഉള്ളൂ. ഗ്ലൂ നമ്മൾ ഒട്ടിക്കുന്നതിന് ഒട്ടും പിശുക്ക് കാണിക്കാൻ പാടില്ല. ഇത് എക്സ്ട്രാ ഗ്ലൂ ഇരിക്കുകയാണെങ്കിൽ ഇത് ഉണങ്ങുന്ന സമയത്ത് ഇതങ്ങ് മാറിപ്പോവും. ഉണങ്ങിയ സമയത്ത് പിന്നെ നമുക്ക് ഈ ഗ്ലൂവിൻ്റെ ഒരു പാട് പോലും കാണില്ല. അങ്ങനെയാണ് കണ്ടോ. ഇപ്പോൾ ഇതിലൊന്നും കാണുന്നില്ല. ഉണങ്ങി കഴിഞ്ഞപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് ഈ ഗ്ലൂ. അപ്പോൾ നല്ല വൃത്തിയായിട്ടുള്ള നമ്മുടെ ഡ്രസ്സിനൊക്കെ പറ്റിയ ഏത് മാസ്ക് വേണമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. നല്ല കട്ടിയുള്ള കോട്ടൺ തുണി എടുക്കണമെന്ന് മാത്രം. നമ്മൾ ഷിഫോണൊക്കെ എടുക്കുകയാണെങ്കിൽ കറക്റ്റ് കിട്ടില്ല ഈ ഒരു ഭംഗിയൊന്നും. അപ്പോൾ കണ്ടോ, എൻ്റെ ഈ ഒരു ഡ്രസ്സിന് മാച്ചായിട്ടുള്ള മാസ്കാണ് ഞാൻ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോള്, ഈ ടോപ്പിൻ്റെ ഷോള് ഈ കളറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കളറിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.